മേരെ പ്യാരെ ബച്ചോ ആദാ. എല്ലാ മക്കളും സുഖമായിരിക്കുന്നോ? നമ്മുടെ ക്രിസ്തുമസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാ മക്കളും പൊതു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. റെഡി അല്ലേ മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാഠം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? അച്ഛാ ബച്ചോ ദേക്കിയേ. എന്താണ് മക്കളെ ഇത് വായിക്കുന്നത്? എന്താണ്? പ്യാസ് ബുച്ചായേ അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ദാഹം ശമിപ്പിക്കുക അല്ലെ, ദാഹം അകറ്റാം എന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറയും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വല്ലാതെ ദാഹിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു പാനീയം അടുത്തുള്ള കടയിൽ നിന്ന് എന്ത് ചെയ്യും, വാങ്ങിയിട്ട് കുടിക്കും. അപ്പൊ വാങ്ങിയിട്ട് കുടിക്കുമ്പോ എന്റെ മക്കൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള പാനീയം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാങ്ങിയിട്ട് കുടിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ മക്കളെ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുള്ള നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള പാനീയങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വാങ്ങിയിട്ട് കുടിക്കാൻ പാടില്ല. പെപ്സി, കൊക്കക്കോള, സെവനപ്പ് പോലെയുള്ളവയൊക്കെ എന്റെ മക്കൾ കുടിക്കാറുണ്ടോ? ഇല്ല, എന്റെ മക്കൾ എന്ത് ചെയ്യില്ല, അങ്ങനത്തെ പാനീയങ്ങളൊന്നും കുടിക്കൂല. റെഡിയല്ലേ? യെസ്, നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത്. എന്താണ് മക്കളെ? യെസ്, നോക്കൂ മക്കളെ, ഒരു മനോഹരമായിട്ടുള്ള ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ? എന്താണത്? വളരെ ഉയരത്തിലുള്ള ഒരു മരം. എന്താണ് മാഷെ അത് മരം? എന്താണ് മക്കളെ അത്? പേടാണ്, മരമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്ത് പേടാണ്? തെങ്ങാണ് അല്ലേ. തെങ്ങാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു തെങ്ങിന്റെ ഫോട്ടോ അല്ലെ. ഒരു വീടുമുണ്ട് അല്ലെ. ആ വീടിന്റെ മുൻപിലായിട്ട് ഒരു തെങ്ങും നമുക്ക് കാണാം അല്ലെ. മനോഹരമായിട്ടുള്ള തെങ്ങ് അല്ലെ. ആ ചിത്രത്തിൽ ഇങ്ങനെ കാണാം. ഒരുപാട് തേങ്ങയൊക്കെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ, കാണാൻ കഴിയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. എന്നിട്ടോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്യാസ് ബുഛായേം എന്ന് പറഞ്ഞിട്ട് ദാഹം ശമിപ്പിക്കുക എന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും ഉൾക്കൊള്ളാനുള്ളത് നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. യേ നാരിയൽ കാ പാനി. തെങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് പറയുന്നത്? യേ നാരിയൽ കാ പാനി. ഇതെന്താണ്? നാരിയൽ കാ പാനിയാണ്. നാരിയൽ കാ പേട് എന്ന് പറഞ്ഞാൽ തെങ്ങാണ് അല്ലെ. നാരിയൽ കാ പേട് അല്ലെ. മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ജസ്റ്റ് എഴുതുന്നുണ്ട്. നാരിയൽ കാ പേട് അല്ലെ. നാരിയൽ കാ പേട് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നാരിയൽ കാ പേട് അല്ലെ. നാരിയൽ കാ പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? തെങ്ങാണ് അല്ലെ. ആ തെങ്ങാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ കണ്ടിട്ടുള്ളത്. നാരിയൽ കാ പേട്. ആ തെങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്ന അതെന്താണ്? നാരിയൽ കാ പാനി അല്ലെ. തേങ്ങയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? നാരിയൽ കാ പാനി കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. നാരിയൽ കാ പാനി. ഇതെന്താണ്? തേങ്ങാ വെള്ളമാകുന്നു. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം അല്ലെ. എന്റെ മക്കൾക്കറിയാം, വാട്ടർ അല്ലെ. അപ്പൊ നാരിയൽ കാ പാനി എന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തേങ്ങാ വെള്ളമാകുന്നു. എന്നിട്ടോ കേരള കാ മീഠാ ശർബത്ത്. കേരളത്തിലെ മീഠാ ശർബത്ത്, മധുരമുള്ള. മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ള അല്ലെ. മധുരമുള്ള ശർബത്താണ്. എന്താണ് ശർബത്ത്? പാനീയം അല്ലെ. പാനീയം എന്ന് എന്ത് ചെയ്യണം, എന്റെ മക്കൾ മനസ്സിലാക്കണം. പാനീയം. അപ്പോ നാരിയൽ കാ പാനി. അപ്പം മാഷ് പറഞ്ഞു, ശരീരത്തിന് നല്ല പാനീയം നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ദാഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിയിട്ട് കുടിക്കണം. ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കുടിക്കാനോ കഴിക്കാനോ പാടില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് എന്ത്, നാരിയൽ കാ പാനി, തേങ്ങാവെള്ളം. എന്നിട്ടോ കേരള കാ മീഠാ ശർബത്ത്, കേരളത്തിലെ മീഠ മധുരമുള്ള ഒരു പാനീയമാണ്. ടെൻഡാ ഓർ മസീദാർ. യെസ്, മധുരമായതും അതേപോലെ രുചികരമായതുമാണ്. ടെൻഡ അല്ലെ, തണുപ്പുള്ളതും, അതേപോലെ മസീദാർ അല്ലെ, മസീദാർ രുചികരമായത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ടെൻഡാ ഓർ മസീദാർ. ഓർ യെ സിഹത്ത് കെ ലിയെ കിतना अच्छा है. സിഹത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ആരോഗ്യം അല്ലെ. ആരോഗ്യം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? യെ സിഹത്ത് കെ ലിയെ കിतना अच्छा है. ഇത് ആരോഗ്യത്തിന് എത്ര നല്ലതാകുന്നു. മാഷ് പറഞ്ഞു, ആരോഗ്യത്തിന് നല്ലതായ പാനീയം മാത്രമേ എന്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുടിക്കാൻ പാടുള്ളൂ. അതിന് ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ത്, നമ്മുടെ നാരിയൽ കാ പാനി. അപ്പൊ യെ സിഹത്ത് കെ ലിയെ കിतना अच्छा है, ഇത് നമ്മുടെ ആരോഗ്യത്തിന് എത്ര നല്ലതാകുന്നു. ക്ലിയർ ആണോ മക്കളെ? യെസ്, ക്ലിയർ ആണോ? എന്റെ മക്കളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്ത് ചെയ്യും, മനോഹരമായിട്ട് ഇതേപോലെ തേങ്ങാ വെള്ളമൊക്കെ കുടിക്കുന്ന ആളുകളാണ്.
ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താണ് അടുത്തത് നമുക്ക് പറയുന്നത് നോക്കാം. എന്താണ്? കേരള की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है. കേരള की खूबसूरती, കേരളത്തിലെ ഭംഗിയുള്ളതായിട്ടുള്ള നാരിയൽ, തേങ്ങ എവിടെയാണ്? ഊഞ്ചേ ഊഞ്ചേ പേടോം സേഹേ, ഉയരത്തിലുള്ള, ഊഞ്ചേ പറഞ്ഞ ഉയരം, ഉയരത്തിലുള്ള, പേടോം സേഹേ ഉയരത്തിലുള്ള മരത്തിലാകുന്നു. ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മള്. യെസ്, നമ്മുടെ വീടിന്റെ ഒക്കെ 2 ഇരട്ടി വലിപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വീട്ടുമുറ്റത്ത് തെങ്ങ് കാണാൻ കഴിയും അല്ലെ? നമ്മുടെ വീട്ടിലുള്ള തെങ്ങ് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഇല്ല അല്ലെ? നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ അന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവര് വെച്ച തെങ്ങിൽ നിന്നുള്ള ഒരു തേങ്ങയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ മക്കളും എന്ത് ചെയ്യുക? ഇതുപോലുള്ള മരങ്ങളൊക്കെ നാളേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കരുതി വെക്കണം. ക്ലിയർ അല്ലേ? യെസ്, എന്റെ മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്ന മക്കളാണ് എന്ന് മാഷിനെ അറിയാം. നമുക്ക് അടുത്ത് നോക്കാം. നാരിയൽ ഖാന അച്ചാ ഹെ അല്ലേ? നാരിയൽ ഖാന അല്ലേ? നാരിയൽ കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വളരെ നല്ലതാകുന്നു അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യും? പാകം ചെയ്യും, ഉണ്ടാക്കും. എന്റെ മക്കൾക്ക് അറിയാം അല്ലേ? അതിലോ നാരിയൽ സേ സാലൻ ബൻതാ ഹേ, തേങ്ങ കൊണ്ട് എന്ത് ചെയ്യും? സാലൻ. എന്താ അവിടെ സാലൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, കറി അല്ലേ? കറി എന്ത് ചെയ്യും? ഉണ്ടാക്കും. ബൻതാ ഹേ അല്ലേ? നാരിയൽ സേ സാലൻ ബൻതാ ഹേ. നമ്മൾ എന്ത് ചെയ്യും? തേങ്ങ കൊണ്ട് എന്ത് ചെയ്യും? സാലൻ അല്ലേ? സാലൻ എന്ന് പറഞ്ഞാൽ എന്താ? കറി നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കുന്നു അല്ലേ? റെഡി. ഇതിൽ നിന്നും, ഇതിന്റെ തേൽ അല്ലേ? നമുക്ക് തേങ്ങയിൽ നിന്നും എന്ത് ചെയ്യും? നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കും, എണ്ണ ഉണ്ടാക്കും അല്ലേ? അതെന്ത് ചെയ്യാം? സിർ മേ ബി ലഗാത്തേ ഹേ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തലയിൽ എന്ത് ചെയ്യാൻ കഴിയും? തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വെളിച്ചെണ്ണ ഒക്കെ എന്ത് ചെയ്യും? തലയിൽ പുരട്ടൂലേ? യെസ്, അതൊക്കെ എന്താണ്? നല്ലതാകുന്നു. ഇനിയോ നാരിയൽ സബ്കോ പസന്ത് ഹേ, നാരിയൽ തേങ്ങ സബ്കോ എല്ലാവർക്കും, പസന്ത് ഹേ ഇഷ്ടമാണ് അല്ലേ? സബ്കോ എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും പസന്ത് ഹേ ഇഷ്ടമാകുന്നു അല്ലേ? ഇവിടെ തേൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വെളിച്ചെണ്ണ. എന്റെ മക്കൾക്ക് അറിയുന്നതാണല്ലോ. സിർ എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ അല്ലേ? അതേപോലെ ഖാന എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം അല്ലേ? ക്ലിയർ ആണോ? ഖൂബ്സൂറത്തി പറഞ്ഞ ഭംഗിയുള്ള അല്ലെ? ഭംഗിയുള്ള. ഊഞ്ചേ ഊഞ്ചേ പറഞ്ഞാൽ എന്താ? ഉയരത്തിലുള്ള അല്ലേ? യെസ്, ക്ലിയർ ആണോ മക്കളെ? ബൻതാഹെ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുന്നു. ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പൊ മാഷ് ഒരിക്കൽ കൂടി ഇതൊന്ന് വായിക്കാം. ये है नारियल का पानी, केरला का मीठा शरबत, ठंडा और मजेदार और सेहत के लिए कितना अच्छा है। और केरला की खूबसूरती नारियल के ऊंचे ऊंचे पेड़ों से है। नारियल खाना अच्छा है, नारियल से सालन बनता है, इसका तेल सिर में भी लगाते हैं और नारियल सबको पसंद है അല്ലേ? എന്ത് മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു പാഠഭാഗമാണ്. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ട ഒരു പാഠഭാഗമാകുമല്ലോ. ആണല്ലോ? റെഡി അല്ലേ മക്കളെ? അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യും? ശരീരത്തിന് ദോഷകരമായ പാനീയങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? യെസ്, ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഉപയോഗിക്കണം. ക്ലിയർ അല്ലേ? എന്റെ മക്കളൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന മക്കളല്ലേ? യെസ്. അച്ഛാ ബച്ചോ, അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय.